അത് മാത്രം നമുക്ക് പോരാ, അത് വേണം. ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലണം. ഇപ്പോൾ പലരുടെയും ജീവിത സ്റ്റൈല് മാറിയിരിക്കുകയാണ്. ഓൺലൈൻ മജ്‌ലിസുകൾ കൂടുതൽ പെണ്ണുങ്ങന്മാർക്ക് അഡിക്ഷനാണ്. എന്നിട്ട് നിർബന്ധ ബാധ്യതകൾ ഒഴിവായി പോകുന്നുണ്ടോ എന്ന് പഠിക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് വഴിയേ വരാം. ആത്മീയമായി നടത്തുന്ന ഓൺലൈൻ മജ്‌ലിസുകൾ മുസ്ലിം കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കുന്നുണ്ടോ എന്നൊരു പഠനം നടത്തുന്നത് നല്ലതാണ്. ചില ഭർത്താക്കന്മാർക്കെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഭാര്യമാരെ കിട്ടുന്നില്ല. അവർ മദീനയിലേക്കുള്ള പാതയിലാണ്. എത്തിയന്നെ മദീനയിൽ. നമ്മൾ പഠിക്കണം അതൊക്കെ. ഞാനത് വഴിയെ ആ വിഷയത്തിന്റെ ഡീപ്പായ ഒരു വിഷയത്തിലേക്ക് വരാം. അങ്ങനെ സഫിയ ബീവി റളിയല്ലാഹു അൻഹയെ കൂട്ടിയിട്ടുള്ള ഒരു യാത്രയിൽ സഫിയ ബീവി സഞ്ചരിച്ച ഒരു വാഹനം കുറച്ച് സ്ലോ ആയപ്പോ സഫിയ ബീവി കരഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കണ്ണീര് തുടച്ചു കൊടുത്തു. എന്താ സഫിയ ഇത്, അയ്യേ. വീണ്ടും കരഞ്ഞപ്പോ അവിടുത്തെ ഷർഫായ കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുത്തു. അവിടുത്തെ റിദാ മേൽത്തട്ട് എടുത്തിട്ട് തുടച്ചു കൊടുത്തു. നമ്മളെങ്ങാനും ഭാര്യനെ കൂട്ടിയിട്ട് വടകരയിലായിട്ട് എത്തിന്ന് കരുതുക. അപ്പോൾ ഒന്ന് കാറിന്റെ ഗ്ലാസ് ഒന്ന് തുറന്നു എന്നിട്ട് ഛർദിച്ചെന്ന് വിചാരിച്ചോ, എന്നാ നമ്മളെ കമന്റ് എന്തായിരിക്കും? ഒരു പ്രവാചക സ്നേഹി ചെയ്യേണ്ടത് പുറങ്ങിങ്ങനെ തടവി കൊടുത്തിട്ട് മോളെ എന്താ പ്രശ്നം, അത് ചെറിയ പ്രശ്നമൊന്നുമില്ല, അതെല്ലാം ശീലാവലല്ലേ, ഓക്കെ മുഖം കഴുകണം, അങ്ങനെ വേണ്ടത്. അല്ല നമ്മൾ സാധാ ചെയ്യലെന്താ, വരണ്ട ആയിരൂട്ടം പറഞ്ഞല്ലേ, അന്നത്തെ വേല കേട്ടിട്ടല്ലേ അനുഭവിക്കുന്നു. ഭയങ്കര മഹബത്ത് തന്നെ നമുക്ക്. ഇത് പോരാ. എന്താ അനുഭവം ഉണ്ടാ? അല്ലാണ്ട് ഇമാതിരി ചിരി ചെറിയൊരു വിറ്റടിക്കും നമുക്ക്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ആശയം എന്താണ്? നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വേറെ എവിടത്തേക്കും പോണ്ട. ഫ്രോയിഡിന്റെ തിയറിയിലേക്കൊന്നും മുഅ്മിനീങ്ങൾക്ക് പോകേണ്ട ഒരാവശ്യമില്ല. നമുക്ക് മിൻ മദീനത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ അവിടുത്തെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമങ്ങൾ വരച്ചു കൊടുത്തത്, ആ ലോകം നമ്മളും പണിയാം. അതാണ് അവിടുത്തെ ജീവിതം. നിങ്ങൾ നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം രാത്രി എന്നോട് മുശാവറ, ആര്? ലോകൈക ഗുരു, ഏറ്റവും വലിയ ബുദ്ധിയുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശാവറ നടത്താണ്. എന്താ മുശാവറിന്റെ ടോപ്പിക് എന്നറിയാം? ആയിഷു എന്തേ ഈ രാത്രി മുഴുവനായിട്ട് എനിക്ക് ഇബാദത്ത് ചെയ്യണമെന്നുണ്ട്. ആയിഷാന്റെ അഭിപ്രായം എന്താ, ഞാൻ ഇബാദത്ത് ചെയ്യട്ടെ? മുത്തുനബി തങ്ങൾ ഈ ലോകത്തേക്ക് വന്ന തന്നെ ഇബാദത്ത് ചെയ്യാനും ചെയ്യാൻ പഠിപ്പിക്കാനും അല്ലേ? അതെ, പിന്നെന്തിനാ അത് ആയിഷ ബീവിയോട് ചോദിക്കേണ്ട ആവശ്യം? മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അത് ഡയലോഗ് അടിക്കാനുള്ളതല്ല, അതല്ല. സാമൂഹിക ജീവിയാവുമ്പോൾ, കുടുംബനാഥനാവുമ്പോൾ ചുറ്റുവട്ടത്തുള്ളവരെ കൂടി പരിഗണിക്കണം. ഞാൻ ഫുൾ ടൈം ഇബാദത്ത് ചെയ്യുന്നത് എന്റെ ആയിഷാക്ക് ഇഷ്ടക്കേടാവോ എന്നുള്ളിടത്തോളം അവിടുന്ന് ചോദിക്കുക, ആയിഷു ഇന്ന് രാത്രി ഫുള്ള് ഞാൻ ഇബാദത്ത് ചെയ്യട്ടെ. എന്താണ് ആ ചോദ്യം? നോക്ക്, തങ്ങൾക്കിപ്പോ അതെല്ലാം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാലും ആയിഷ ബിയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. നമ്മളെങ്ങാനും പുതിയ വീടിന്റെ പ്ലാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബാത്റൂം കിച്ചന് നോക്കുമ്പോ ഇവിടെ ആരോ ഇങ്ങനെ താടി തട്ടിയിട്ട് ഇങ്ങനെ ആരോ, അപ്പൊ നോക്കുമ്പോ നമ്മളെ കെട്ടിയോളൂ, ഗന്ധയുടെ കാര്യം നീ ആരും ബിടെക് ഓടിച്ച് എഞ്ചിന്റെ ചൂടെടുത്തു വീടിന്റെ പ്ലാനിങ്, പൂച്ചക്കത്ത് കാര്യം, സ്വർണം, ഇങ്ങനെയല്ല നമ്മൾ പെരുമാറേണ്ടത്. ഒരു ഭാര്യയോട് ഭർത്താവിന് ഇഷ്ടം ഉണ്ടാവണം. ഭാര്യന്റെ ഇഷ്ടം കിട്ടാൻ ഭർത്താവ് അധ്വാനിക്കണം. അത് ഇസ്ലാം പറയുന്ന ഒരു കാര്യമാണ്. പെണ്ണ് കാണല് മാത്രമൊന്നുമല്ല സുന്നത്ത്, പെണ്ണിനെ ആണിനെ കാണലും സുന്നത്ത് തന്നെ. കാർണോർ പോയിട്ട് നിനക്കൊരു ആണിനെ ഞാൻ കണ്ടിട്ടുണ്ട് കെട്ടിക്കൊള്ളണം, അങ്ങനെയൊന്നല്ല, ഓളും കൂടി കാണണം. അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ.
കിതാബിൽ കാണാം, ഭർത്താവിന് വേണ്ടി ഭാര്യ സുന്ദരിയാവൽ സുന്നത്താണ് എന്നതുപോലെ ഭർത്താവ് ഭാര്യന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കലും സുന്ദരനാവലും പ്രതിഫലമുള്ള കാര്യമാണ്. ചില ഭർത്താക്കന്മാരെ തിയറി, ഞാൻ എങ്ങനെങ്കിലും വിയർത്തൊലിച്ചിട്ട് 1.5 വരും, നീ കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളണം. അത് പറ്റൂല. ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതത്തിന്റെ റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഭയങ്കര, അത് സ്റ്റാറ്റസിലല്ല. എന്റെ ബെറ്റർ ഹാഫിന്റെ ഭാഗം ഒരു സ്നീക്കേഴ്സ് ആകുമെന്നല്ലടോ, അത് വല്ല കാര്യമല്ല. എന്ത് ബെറ്റർ ഹാഫ്? നിങ്ങൾ വിചാരിക്കും HBD, ഹൈഡ്രജൻ പെറോക്സൈഡ്, എന്താ അതിന്റെ അർത്ഥം? ഹാപ്പി ബർത്ത്ഡേ. അതാഘോഷിക്കല വലിയ റൊമാൻറ്റിക് എന്ന് പറയാം? അതല്ല. പിന്നെ എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു തിയറി ഉണ്ട് കുടുംബത്തില്. എത്രയോ കാലായി വഫാത്തായിട്ട് ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. എന്നിട്ടും ഖദീജ ബീവിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റു ഭാര്യമാര് ചോദിച്ചില്ലേ, എന്താ മിൻ അജായിസി ഖുറൈശ്, ഒരു വയസ്സായ പെണ്ണുങ്ങൾ എന്നല്ലാതെ ആ പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ടോ? ഇന്നി റുസിഖ്തു ഹുബ്ബഹാ, എന്റെ ഖദീജാനോടുള്ള പ്രേമം എന്റെ തലി കയറിപ്പോയിന്, അത് ഒഴിവാക്കാൻ കഴിയില്ല. 7ാം ആകാശത്തല്ല, ഇതിന്റെ അപ്പുറമല്ല, അഖിലാണ്ട ലോകം മുഴുവൻ കീഴടക്കിയാലും എന്റെ ഭാര്യന്റെ എനിക്കുള്ള സ്ഥാനം സ്റ്റാറ്റസിലല്ല, ഹൃദയത്തിൽ. ഇവിടുന്ന് എന്റെ ഖദീജാനെ ഇറക്കാൻ എനിക്ക് ആവൂല. അതാ ഏറ്റവും വലിയ റൊമാൻസ്, ഏറ്റവും വലിയ സ്നേഹം. അതാ സ്നേഹം, ഒരു കാലത്തും മറക്കാത്ത സ്നേഹം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഭാര്യമാരുടെ മനസ്സറിഞ്ഞിട്ട് ഭർത്താവ് ജീവിക്കണം. അപ്പൊ ഒരു കലാബോധം വേണം. സാഹിത്യോത്സവമൊക്കെ നടത്തിയിട്ട് കുട്ടിയൊക്കെ ഒരു കലാബോധമൊക്കെ കിട്ടണ പോലെ നമുക്കൊരു കലാബോധം ഉണ്ടാവണം. എന്താണ് ഈ കലാബോധം എന്ന് പറഞ്ഞാല്? ഇടയ്ക്കിടയ്ക്ക് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണം. ഭാര്യയ്ക്ക് വേണ്ടി മാത്രം. ഷോപ്പിൽ പോയി പർച്ചേസ് നടത്തുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ചായപ്പൊടി, പഞ്ചസാര ഇതൊക്കെ വാങ്ങുമ്പോൾ 2 ഗാലക്സി വേറെ പ്രത്യേകം, ഒരു സ്നീക്കേഴ്സ്, 2 ബോണ്ടി, അത് വേറെ കവറിലാക്കി പോക്കറ്റിലിട്ട് സാധനം എല്ലാം കൊടുത്തിട്ട് എല്ലാം എടുത്തിട്ട് പാവം ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ പേടിയാണ്. വെക്കുമ്പോൾ എന്തോ ഒരു പ്രകാശം മുഖത്തുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങന്മാർ എന്താ വിചാരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. പറഞ്ഞുകൊടുക്കും ഉസ്താദേ, ഒന്ന് പറഞ്ഞുകൊടുക്ക്, എപ്പെങ്കിലും ഒരു ചോക്ലേറ്റ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതിനാണ് ഒരു കലാബോധം എന്ന് പറയില്ല. എന്ത് കാണുമ്പോൾ എൻ്റെ മോള്, എൻ്റെ ഭാര്യ, എൻ്റെ കെട്ടിയോള്, അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടാവണം. അതൊരു പ്രത്യേക ടേസ്റ്റാ. അത് ഭാര്യമാർക്കും ഉണ്ടാവണം. എടക്കെ പോയിട്ട് പുഡിങ്ങെല്ലാം കഴിച്ചാല് ഇതേപോലത്തത് എൻ്റെ കെട്ടിയോന് ഉണ്ടാക്കി കൊടുത്താലോ എന്നുള്ള ചിന്ത അത് തിരിച്ചുണ്ടാവണം. ആണുങ്ങൾക്ക് കുറച്ച് സമാധാനമായി. അതാണ് ഈ കലാബോധം എന്ന് പറയുന്നത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭാര്യയോട് ഇഷ്ടം നിങ്ങൾക്കുണ്ടാവുന്ന മാത്രമല്ല, അവർക്ക് ഡബിൾ ഇഷ്ടം ഇങ്ങോട്ട് വരും. 4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. 1, അവര് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ഇടക്കിടക്ക് നല്ല അഭിപ്രായം പറയണം. അല്ല ഫോസിയ, ഇതേതാ ഡ്രസ്സ്, എപ്പോ വാങ്ങിയ? കഴിഞ്ഞ വലിയ വരുന്നാക്കാം ഞാൻ വാങ്ങിട്ട്. അത് ശരി. അല്ല, ഇത് ഇട്ടപ്പോ നീക്കുന്നു മൊഞ്ചു കൂടിയ പോലെ ഉണ്ടല്ലാണ്, ഒരു 3 വയസ്സ് കുറഞ്ഞ പോലെ. ഇത് പറഞ്ഞാൽ എന്താന്ന് പറയുക, ഓൾക്കന്നെ ഒരു മടമ്പോന്തി ചെരുപ്പിട്ട മതി ഉണ്ടാവും, ഒരു സവന പിടിച്ച പ്രതീതിയിൽ ഒരു തരിപ്പായിരിക്കും. ഇത് അധിക ഭാര്യമാരും നമുക്ക് ഡോർ തുറന്നേരാനും ലോക്ക് തുറന്നേരാനൊക്കെ അധികം വരുത്ത് ഏതാണ്? ആ കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായിട്ടിട്ടാ വരുത്ത് ഡിസൈൻ ചെയ്ത് ഇട കാപ്പി കളർ ഇട കുത്ത് 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 അല്ലേ? എന്തുകൊണ്ടാണ്? ഓള് എന്ത് ഇട്ടാലും അമ്മ ഒന്നും പറയൂല. പെരുന്നാക്കല്ല, നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇതുവാർക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരു നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നിൽക്കുന്ന എന്തിനാന്നറിയാം? ഒരഭിപ്രായം പറയും മനുഷ്യാ. നമ്മൾ പോയപാട് ബിരിയാണി ആക്കിയില്ല, ബിരിയാണി ചമ്മാരെ ഇങ്ങനല്ല.
അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ അവൾ എപ്പോഴും നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് നിൽക്കും. ഉറപ്പാണ്. മനുഷ്യനൊരു പ്രത്യേകത ഉണ്ട്, നല്ലത് പറയുന്ന ആളോട് സ്നേഹം കൂടും. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്റെ കൂട്ടുകാരെ കുറിച്ച് വേറൊരാള് നല്ലൊരു അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിക്കുക, ഈ ആ കൂരാച്ചുണ്ടില്ലല്ലേ, അതെ, അവിടെ ഉള്ള ഒരു ഷെഫീഖില്ലേ, അതെ, നല്ല കുട്ടി, അവൻ്റെ പ്രസംഗം ഞാൻ ഇപ്പം അടുത്ത് കേട്ടി, ഏതാ പ്രസംഗം, ഫുൾ പെർഫെക്റ്റ് പ്രസംഗം കേട്ടോ, അല്ലെങ്കിൽ അടിപൊളി പാട്ട് കേട്ടോ, മൂപ്പരെ ലേഖനം ഞാൻ വായിച്ചു, അടിപൊളി എന്ന് നമ്മളോട് വേറെ ഏതോ നാട്ടുകാരൻ ട്രെയിനോ ബസ്സെന്നോ ഫ്ലൈറ്റെന്നോ പറഞ്ഞത് വിചാരിച്ചോ, ഉടനെ തന്നെ ഒന്നിക്കിൽ മൂപ്പരിക്ക് ഷെഫീഖിന് തന്നെ വോയിസ് അയക്കുക, അല്ലെങ്കിൽ നേരിട്ട് കണ്ട ഷെഫീഖിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടാ പറയണം. പറയൂലെങ്കിൽ അത് നമ്മളുടെ മനസ്സിൽ അസൂയ ഉള്ളത് കൊണ്ടാണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. നമ്മളെ നാട്ടിലല്ലോ ഗസാലി ഇമാമിനെ ഭയങ്കര റളിയല്ലാഹു അൻഹു ഇല്ലു, ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അല്ലാഹു മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. അപ്പൊ ഈ മനുഷ്യന്മാർക്ക് നല്ലത് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളോട് ഏതോ ഒരു നാട്ടിലെത്തിയിട്ട് ചോദിച്ച് നിങ്ങളാ കൂരാച്ചുണ്ടാ, അതെ, നിങ്ങളെ നാട്ടിലല്ലേ ഇപ്പൊ അടുത്തൊരു പീഡന കേസ്, അന്നേരം നമ്മളെന്താ പറയല്, പീഡന കേസ്, ഏത് പീഡന കേസ്, ആത്മഹത്യ ചെയ്ത ലാസ്റ്റ്, അത് നമ്മളെ നാട്ടിലൊന്നല്ല, എത്രയോ ദൂരം, നമ്മളത് അടുത്തൊന്നുമല്ല, എങ്ങനെങ്കിലും അതിനെ ദൂരത്താക്കാൻ നോക്കും. ഇനി വേറൊരാള് നിങ്ങളെ നാട്ടിലല്ല PSC റാങ്ക് കിട്ടിയ 1ാം റാങ്കുകാരനായ റഫീഖ്, അതെ അതെ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടക്കാനല്ലേ ഉള്ളൂ കേട്ടോ. നല്ലത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, നല്ലത് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഭാര്യക്ക് നല്ലത് കൊടുക്കണം. എന്ത് കൊടുക്കണം? നീ ഇട്ട ഡ്രസ്സ്, ഇന്ന് സ്കാർഫ് ചുറ്റിയത്, നീ ഇന്ന് ഏതോ ഒരു മോഡലിലാണല്ലോ മുടിവാരി. മനുഷ്യൻ എപ്പോഴും പുതുമയും വൈവിധ്യവും ഇഷ്ടമാണ്. ഭാര്യമാരങ്ങനെ സെറ്റായിട്ട് നിൽക്കണം, അതാണ് വേണ്ടത്. രണ്ടാമത്തത്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാര് കൊടുക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഭാര്യ പാകം ചെയ്ത ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. അത് ഒരിക്കൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ കണ്ടോന്നറിയില്ല, ഈ കല്യാണം കഴിച്ച ഉടനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അടുത്ത് തന്നെ നമ്മളെ ഭാര്യ നിൽക്കും. അന്യപുരുഷന്മാരൊന്നും ഇല്ലെങ്കിൽ കുറേ കാലം നിന്നോക്കും. ഒരു 3-4 മാസം ഇട്ടരും കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും. കുറേ കാലം അങ്ങനെ നിന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പിൻവലിയും. കാരണം ഇതിനത്ര കൊടുത്താൽ ആംബുലൻസിൻ്റെ ഓൺ അടിക്കുന്ന മാതിരി നോക്കിയിട്ട് പോകുന്നതല്ലാണ്ട് ഒന്നും അഭിപ്രായം പറയുന്നില്ല എന്ന് ഓർക്കെന്നെ തിരിയും. അങ്ങനെയാണ് ഓർ റൂമിൽ കിടന്നിട്ട് പറയൽ, അങ്ങ് ചെറിയ തലവേദന ഉണ്ടാടെ, ഡൈനിങ് ടേബിളിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചോളിയാട്ടാ. അത് ഓർഡർ ഇടുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അടുത്ത് നിന്നിട്ടൊന്നും കാര്യമില്ല. ഇനി അഥവാ കഴിച്ചാൽ തന്നെ ഒരു അച്ചാറ് കുട്ടികൾ നീ ആക്കിയതാ, എന്തൊരു എരിവ്, നെഗറ്റീവേ പറയൂ. മനുഷ്യന് എപ്പോഴും വിഷമാകുന്ന ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് പറച്ചില്. പോസിറ്റീവ് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് പറഞ്ഞാലും നെഗറ്റീവേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് എന്നെ ട്രെയിനിൽ കൊണ്ടാക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന 4 കുട്ടികൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇന്നത്തെ പ്രസംഗം ഭയങ്കര ഇഷ്ടമായിട്ട്, എല്ലാവരും നല്ല അഭിപ്രായം, ഭയങ്കര ഇഷ്ടം, സമയം മതിയായിട്ട്, ഇങ്ങനെ കുറേ പോസിറ്റീവ് പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞ്, പിന്നെ ഉസ്താദേ സ്ത്രീകളെ ഭാഗത്ത് ഒന്നും കേട്ടിട്ടില്ല എന്നാ പറയുന്നത്. എനിക്ക് എത്ര ടെൻഷനോ. എന്നാ മരപ്പോത്തിന് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ മേക്ക് ശരിയായിക്കൂടെ? 2 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നൂല അത്, അല്ലേ? നമ്മളൊരു ഫിസിക്സിൻ്റെ ടീച്ചറോട് പറയും, ടീച്ചറെ ക്ലാസ് പൊള്ളി. ടീച്ചറെ ക്ലാസ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുക, ടീച്ചർ 3/4 മണിക്കൂറിനുള്ളിൽ വലിയ പോർഷൻ തീർക്കുന്നത് സമയം പോകുന്ന അറിയൂല. 2 ടീച്ചർ പോയിന്റ് ബേസ് പറഞ്ഞുതരും. ടീച്ചറെ നോട്ട് ലോങ് ആയിരിക്കില്ല, ഷോർട്ട് നോട്ട്സുകളായിരിക്കും. ടീച്ചർ ഒന്ന് എക്സാമിന് വരും എന്ന് പറഞ്ഞാൽ വരും. ഇങ്ങനെ ടീച്ചറുടെ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് 5ാമത്തെ പറഞ്ഞു, പിന്നെ ടീച്ചറെ ഒന്നും വിചാരിക്കരുത്, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ തുപ്പുനീര് തെറിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും? ടീച്ചർക്ക് ഏതാ ഓർമ്മ ഉണ്ടായാലും. ഇതേപോലെയാണ് നമ്മ ഭാര്യമാരോട് പറയല്, നീ ആക്കിയടാ മന്തി അടിപൊളിയാന്നല്ല, ആക്കാനെല്ലാം പഠിച്ചിട്ടല്ല, ആ മയോണിസും സോസലും ഒളിച്ചിട്ടല്ല, കുറച്ച് കരിഞ്ഞിനും തോന്നല്ലേ, എരിവും കൂടുതലുണ്ട്. ഓളെ മനസ്സിൽ എരിവേ ഉണ്ടാവും. ഇതാണ് പൊതുവേ നമ്മളൊരു സ്വഭാവം. ഇനി അഥവാ ഒരു നല്ല അച്ചാറ് പാകം ചെയ്ത് വിചാരിച്ചോ, എന്നാൽ തന്നെ കൂട്ടിയാൽ
ഇപ്പൊ ഈ വയല് കേട്ട് ഇന്ന് പുരുഷന്മാര് മിക്കവാറും ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല. വയല് കേട്ട് ഭാര്യമാർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാവും. ഇന്നത്തെ ബിരിയാണിനെ കുറിച്ച്, ദോശനെ കുറിച്ച്, ചപ്പാത്തിനെ കുറിച്ച്, പത്തീരിനെ കുറിച്ച്. ഇവിടെ ടയറല്ലേ അതെ, അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നൊക്കെ പ്രതീക്ഷിച്ച് ഫുഡിൽ നിന്ന് 5 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോൾ ഭർത്താവ് എന്തായാലും ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് നല്ലത് പറയുന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ നമ്മളെ കിബറാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഓളയാ നല്ല പറയാം, അങ്കാവിൽ ഉസ്താദ് വിചാരിക്കുന്നാലും ഒന്നല്ല എൻ്റെ കെട്ടിയുള്ളൂ, നോക്ക് കിബർ വേഗം. എന്നിട്ട് എന്താ പറയുന്ന നോക്കണേ, മന്തി ആക്കീനെ അല്ലെങ്കിൽ വേറെ ബിരിയാണി ആക്കീനെങ്കിൽ ശരിയാവുന്നുണ്ട്, ശരിയായി വരുന്നുണ്ട്, 50% ശരിയായിട്ടുണ്ട് എന്നൊക്കെയാ പറയുള്ളൂ. ഇവനായിരുന്നു ഈ ശതമാനമെല്ലാം പഠിച്ചിട്ട് അക്കൗണ്ടൻസി ക്ലിയർ ആണല്ലോ അല്ലേ, ബികോം ഫുള്ളായിരിക്കും അല്ലേ. എന്നാലും നമ്മൾ പറയൂല. ഇന്നത്തെ കറി എന്താണ് ആയിഷ ചോദ്യം. ആയിഷ ബീന്റെ മറുപടി അൽ ഹല്ലു, സുർക്കയാണ് നബിയെ. സുർക്ക കറി അതേ ഉള്ളൂ പാവം. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താ പറയാ, നിഅമൽ ഹല്ലൂൻ, സുർക്ക ടോപ്പ് കറിയാണ്, സുർക്ക ടോപ്പ് കറിയാണ്. ആയിഷ ബീന്റെ മനസ്സിൽ സന്തോഷം. നമ്മളാണെങ്കിലോ ഇന്നെന്താ കറി, എന്ത് മത്തിയ, ഇതേ നോക്കിയാലും മത്തിയൻ. ഓ ഇയാളെ കുറെ 10 കിലോ ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത പോലെയായിട്ട് ഈ പറയുന്നു. അങ്ങനെ പറയരുത്. ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷാണ് അവർ പാകം ചെയ്ത ഫുഡിനെ കുറിച്ച് വേറൊരാൾ നല്ല അഭിപ്രായം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു വീടുണ്ട്, അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകട്ടെ. ആ ഭക്ഷണത്തെ കുറിച്ച് ആണുങ്ങളോട് ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു വിചാരിക്കുക. എന്നാൽ ഉടനെ ആ പുരുഷൻ എന്താ ചെയ്യേണ്ടത്, ആണുങ്ങൾ എന്താ ചെയ്യേണ്ടത്, വയൽ കഴിഞ്ഞിട്ട് പോയാൽ ഭാര്യനോട് സന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇതാന്ന് പോലും ഭയങ്കര ഇഷ്ടം, ഓരോ നാട്ടിലൊന്നും ഇല്ല പോലും. ഇനി അങ്ങനെ ആക്കിയാൽ എന്താ മെച്ചെന്നറിയാം, അവർക്ക് ഈ ഭക്ഷണം ആക്കി കൊടുക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും, ഇഷ്ടം കൂടുതലായിരിക്കും. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബക്കറ്റ് കളക്ഷൻ അല്ലേ വരി, ബക്കറ്റ് വരുന്നുണ്ട്, വെള്ളം കോരാനല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സ്വതക്ക ചെയ്യുന്നവരുടെ വീട് സ്വർഗ്ഗമാണ് എന്നാണ്. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. മൂന്നാമത്തത്, ഭാര്യമാരുടെ ഇഷ്ടം നമുക്ക് ഇങ്ങോട്ടും കിട്ടണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും അതിന് ശ്രമിക്കാറുണ്ട്. ആയിഷ ബീവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അൻസാറുകളായ സ്ത്രീകളോട്, പെൺകുട്ടികളോട് തങ്ങൾ പറയും, ആയിഷ വീട്ടിൽ ഒറ്റക്ക, നിങ്ങൾ പോയിട്ട് ഒന്ന് സന്തോഷിപ്പിച്ച് കളിക്കും, ഒന്നിച്ച് കൂട്ടുകാരായിട്ട് കളിക്കൂ. കണ്ടോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയിലായിട്ട് ഒന്ന് സന്തോഷിപ്പിക്കാൻ നമ്മൾ പല സ്നേഹങ്ങളും അവർക്ക് കൊടുക്കണം. പാവങ്ങൾ എപ്പോഴും ഒരു മെഷീൻ പോലെ, എൻജിൻ പോലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പണിയെടുത്തെടുത്തെടുത്ത് ഫുഡ് പാകം ചെയ്ത് അവർ വിഷമിക്കും. അപ്പോഴൊക്കെ നമ്മൾ അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ ഹലാലായ മാർഗത്തിലൂടെ സ്നേഹം കൊടുത്ത് ഇഷ്ടം വാങ്ങിക്കൊണ്ടിരിക്കണം. അതൊക്കെ വലിയ ഇബാദത്തായിട്ട് നമ്മൾ കാണണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മൂന്നാമത്തത്, ഭാര്യക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത് നല്ലോണം സംസാരിക്കലും കഥ പറയലുമാണ്. യഥാർത്ഥത്തിൽ ഇശായിന് ശേഷം സംസാരം കറാഹത്ത. അതിന് 5 കാരണങ്ങൾ സ്വാലിഹ് ഉമറുൽ ബുൽഖീനി തങ്ങളുടെ അത്തദ്കിറത്തുൽ ബുൽഖീനിയിൽ കാണാം 5 കാരണങ്ങൾ. അതിലൊരു കാരണം പറയാം. ഇശാ നിസ്കാരത്തോടെ എല്ലാ ദോഷവും പൊറുക്കും. ഇനി പുതുതായിട്ട് ഇനി കുറെ സംസാരിച്ച് ഫിത്തിനയിലേക്കെല്ലാം എത്തിയിട്ട് നീ എന്താക്കണ്ട, തെറ്റ് ഉണ്ടാക്കണ്ട എന്നാണ് ഒരു കാരണം. പക്ഷെ ഇശാന് ശേഷം സംസാരം കറാഹത്താണെന്ന് പറയുന്നിടത്ത് തന്നെ കിതാബിലുണ്ട്, ഇൽമിയായ മജ്ലിസ് കറാഹത്തില്ല, അത് ഇബാദത്താണ്. അതിഥികളോട് സംസാരിക്കൽ കറാഹത്തില്ല, അതൊരു ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ, ഒരു അതിഥി വീട്ടിൽ വന്നാൽ ആ അതിഥിനോട് ഫുഡ് കഴിക്കാനും മറ്റൊക്കെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. അവിടെ കറാത്തില്ല എന്ന് പറയുന്ന ഒരു മസല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം. കാരണം ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ സംസാരം എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണ്.
അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയണത്, എന്നോട് സംസാരിക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ നല്ലോണം സംസാരിക്കണം. ഈ ഭാര്യമാർക്ക് സംസാരവും കഥ പറയലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിക്ക് കേട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയാം. ചില ഭാര്യമാര് ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും, ഇയാൾ ശരിക്കും എന്നെയാണോ കല്യാണം കഴിച്ചല്ല മൊബൈൽ ഫോണിനെയാണോ ചിന്തിക്കാൻ സാധ്യത ഉണ്ട്. എപ്പോഴും ഫോൺ തന്നെ. അവർക്ക് എത്ര വിഷമുണ്ടാവും അതിൽ. അത് നമ്മൾ ആലോചിക്കണം. നല്ലോണം സംസാരിക്കണം. ഇന്ന് രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ബെഡ്റൂമിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, ഞാനെന്ത് ഇപ്പൊ അറിയേണ്ടി ഇന്ന്. അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ കഥ പറയണം. ആയിഷ ബീവി പറയുന്നത് ഭയങ്കര പോയിന്റ് ഒന്നായിരിക്കൂല, എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കേട്ടു കൊടുക്കാറുണ്ട് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാലും കേട്ടു കൊടുക്കും. എന്തിന്? സന്തോഷിപ്പിക്കൽ എന്നത് വലിയ ഇബാദത്താണ്. ഒരു പെണ്ണിന് ചിലപ്പോ ഒരു ദിവസം 20,000 വാക്കുകളൊക്കെ പറയണമെന്ന് തോന്നും. ആണ് ഒരു 7,000 വാക്ക് പരമാവധി പോയാൽ. ആണുങ്ങന്മാർ കുറച്ചേ സംസാരിക്കും, പൊതുവേ പറയണത്. അപ്പൊ ഇന്നത്തെ വയല് കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾ സംസാരം ഉണ്ടാവും. ഭർത്താവ് എന്തല്ലോ എന്നോട് ഇന്ന് കഥ പറയാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിക്കും. അയാളാണെങ്കിൽ വേഗം ഞാൻ ഉറങ്ങല, ഞങ്ങൾക്ക് ചെറിയ ക്ഷീണമുണ്ട് ഒറ്റ ഉറക്കുറങ്ങുമ്പോൾ വിചാരിച്ചാൽ മതി. മൂപ്പര് ഇന്നത്തെ 7,000 വാക്ക് ഉച്ചക്ക് ടൗണിൽ നിന്ന് തന്നെ തീർന്നിനെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ആക്കുക. നാളെ മുതൽ നമുക്ക് അടിപൊളിയാക്കാം. ഇനി ക്ഷീണത്തോടെ ഒരു ദിവസം നാളെ എങ്ങാനും ഭർത്താവ് വേഗം ഉറങ്ങണമെന്നെല്ലാം വിചാരിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും ഭാര്യ ഭയങ്കര പോയിന്റ് ഒന്നായിരിക്കൂല, പിന്നെ ആ ഫ്ലിപ്കാർട്ട് ഓർഡർ ഇടണേ, പമ്പേഴ്സ് തീർന്നിനെ, അങ്ങനത്തെ ഒരു എന്നകയായിരിക്കും പറയൽ. എന്നാലും പിന്നെ മറ്റേ കുടിയലിന് എന്തും കൊടുക്കേണ്ട ആടെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, ഇങ്ങനത്തെ ചൊറമോലൊക്കെ ഇട്ടല്ലോ നമ്മൾ വിചാരിച്ചാൽ മതി. ഓളെ ഇന്നത്തെ 20,000 വാക്ക് തീരണം എത്രയെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിക്കൊള്ളി. കിതാബിലുള്ളതിനെ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞത് മാത്രം. അപ്പൊ നമ്മൾ നല്ലോണം അവരോട് സംസാരിക്കണം. അതൊക്കെ വലിയ ഇബാദത്താണ്. എന്താടി നീ ഒന്ന് മിണ്ടാണ്ട് എന്ന്, എനിക്ക് ഇതൊന്നും കഴിയൂല, എനിക്ക് ദിക്റില്ല. ഇതൊക്കെ ഇബാദത്താണ് മനുഷ്യന്മാരെ. ലിക്കുല്ലി ഖൗലിൻ യുസാബു ഖായിലുഹു. കൂലി കിട്ടുന്ന എല്ലാ വർത്തമാനവും ദിക്റാണേ. അപ്പൊ ഭാര്യന്റെ സുഖവിവരം അറിയുന്നത്, ഓളെ തലവേദന മാറിയാന്ന് ചോദിക്കുന്നൊക്കെ ഇബാദത്താണേ. ദിക്റിന് 3 അർത്ഥങ്ങളുണ്ട്. ദഖായിഖുൽ കൻസില് നമ്മൾ അബ്ദുൽ ഉസ്താദ് എഴുതി വെക്കുന്നുണ്ട് കുറച്ചുകൂടി മനോഹരായിട്ട്. പിന്നെ ആ ലോകത്തേക്കൊന്നും പോവുകയല്ല. 4മത്തത്, ഭാര്യമാരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അത് നമ്മൾ മാപ്പാക്കി കൊടുക്കണം. ഒരു പാവങ്ങളാണ്, പെണ്ണുങ്ങന്മാരാണ്, ഒരിടത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി പ്രശ്നം എന്തെങ്കിലും വന്നാൽ, ഒന്നിക്ക് ഡ്രസ്സ് ഇസ്തിരിടാൻ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മളെ വിളിക്കാൻ സമയത്ത് ഉറങ്ങിപ്പോയി, അങ്ങനത്തെ അടുത്തൊക്കെ നമ്മൾ മാപ്പാക്കി കൊടുക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു, സുബീക്ക് വിളിക്കണേന്ന് പറഞ്ഞിട്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കം ഉറങ്ങിപ്പോയി, ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ട, അതാണ് നമ്മളെ നേതാവിന്റെ മാതൃക എന്ന് പറയുന്നത്. ആയിഷ ബീവിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ വേറൊരു ഭാര്യ ഒരു പായസം, ഒരു അലീസ, ഒരു പളുങ്ക് പാത്രത്തിൽ കൊടുത്തയച്ചു. ആ ഭാര്യ ചെയ്ത് തെറ്റൊന്നല്ല, ആ ഭാര്യക്ക് ഒരു സ്നേഹം കൂടിയിട്ട് കൊടുത്തയച്ചതാ. പക്ഷെ ആയിഷ ബീവി ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ വീട്ടിലുള്ള ദിവസം എന്തിനാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫുഡ് കൊണ്ടുവരേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തട്ട് ഈ അടിമച്ചക്കന്റെ കൈക്ക് പാത്രം ഇങ്ങനെ കൈ തട്ടിയപ്പോൾ ആ പാത്രം വീണു, പൊട്ടി, ആ പായസമൊക്കെ മറന്നു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത് നോക്കണേ. എന്താ ചെയ്തതെന്ന് അറിയോ? ആദ്യം അടിമച്ചക്കനെ വിളിച്ചിട്ട് പറഞ്ഞ്, മോനെ വറത്തുമ്മക്കും ഉമ്മ കുറച്ച് ചൂടില്ലാന്ന് മിണ്ടാണ്ടെന്തോ. ആരാ ഈ പറയണത്? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. അള്ളാഹു 100 ബുദ്ധി വെച്ചിട്ട് 1 എടുത്തിട്ട് ലോകത്തെല്ലാ ബുദ്ധിമാന്മാർക്കും കൊടുത്ത്, എല്ലാ മനുഷ്യന്മാർക്കും. ബാക്കി 99 കൊടുത്തത് മുത്തുനബിക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബുൽ ഹുദ വർ റഷാദ് അത് വിശദീകരിക്കുന്നുണ്ട്. ആകാശ ലോകം കീഴടക്കിയ വലിയ നേതാവ്, അഖിലാണ്ട ലോകവും സർവസ്വങ്ങളും സ്വർഗവും നരകവും അർശും ലൗഹും കുർസിയും സർവ്വതും കണ്ട നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കോ. ഒന്ന് പറഞ്ഞത് അടിമച്ചക്കനെ വിളിച്ചിട്ട് ഗാറത്ത് ഉമ്മക്കും ഉമ്മ കുറച്ച് ചൂടില്ലാന്ന് മിണ്ടാണ്ട് മുട്ട വിട്ടു.
നീ ഇട് നിൽക്കണ്ട പൊട്ടോ. രണ്ടാമത്തെ നിലത്തിരുന്നു തങ്ങള്. ഏത് തങ്ങള്? ഏഴാനാകാശത്തിന്റെ അപ്പുറം പോയി സർവ്വതും കണ്ട നേതാവ് താഴെ ഇരുന്നു. എന്നിട്ട് പാത്രം ഇങ്ങനെ പൊറുക്കിയെടുത്തു. കണ്ട, ഏതാ ലീഡർ? ഈ ലീഡറിന് അനുയായികളല്ലേ നമ്മൾ എങ്ങനെയാ ഒരു വീട്ടിൽ പെരുമാറേണ്ടത് എന്നുള്ളത് ഈ വിവരണത്തിൽ നിങ്ങൾക്ക് ബോധ്യാവും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോട് പെരുമാറുന്ന ഒരു രീതി കാണുന്ന ഒരു മനോഹാരിത, എന്തൊരു സൗന്ദര്യമുള്ള രീതിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ആയിഷ ബീവി സംസാരിച്ചത് കുറച്ച് സൗണ്ട് കൂടിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റ നീ ആരുടെ മുമ്പിലാണ് ശബ്ദം വരുന്നത് ഇങ്ങനെ കൈ ഓങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധ്യത്തിൽ നിന്ന് ആയിഷ ബീവിനെ ബേക്കിലാക്കി സിദ്ദീഖ് റളിയല്ലാഹു മുമ്പിൽ വേണ്ട 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 വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു പോയപ്പോൾ നബി തങ്ങളുടെ വർത്തമാനം അടി കിട്ടേണ്ടതാ ഞാനുള്ളതുകൊണ്ടാണ്. ഏതാ ലീഡർ? അല്ലാണ്ട് ഓളുപ്പ എപ്പോഴോ ഇരിക്കുക നമ്മളെ വീട്ടിൽ വന്നേരം ഒരുത്തിനെ കെട്ടിച്ചനല്ല എന്താ എന്തിനാടാ ഈ മെമ്പർഷിപ്പെല്ലാം എടുത്തത്? ആരെ കാണിക്കാനാ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തുനബീന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരാവണോ? അതല്ലേ വേണ്ടത്? നല്ലൊരു കുടുംബനാഥൻ, അതാ ഒരു പെർഫെക്റ്റ് പ്രവർത്തകൻ ഉണ്ടാവേണ്ടത്, അതാ വേണ്ടത്. നമ്മളെ കുറിച്ച് ഒന്നാമത്തെ അഭിപ്രായം ഭാര്യ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 9 ഭാര്യമാരെടുത്തും സഹാബത്ത് റസൂലുള്ളാഹിന്റെ കുടുംബജീവിതം പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്ന സമയത്ത് തന്നെ കരയാൻ, ആ മനോഹരമായ കാലം നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. എന്തൊരു സുന്ദരമായ കാലം, ആരെയും വിഷമിപ്പിക്കാത്ത ജീവിതം. വീട്ടിലേക്ക് വരുമ്പം തന്നെ എന്തൊരു സന്തോഷാണ്. കണ്ടോ? സുബ്ഹാനല്ലാഹ്. എൻ്റെ ആയിഷുവിന് വിഷമണ്ട എന്ന് വിചാരിച്ചിട്ട് തങ്ങൾ എത്ര 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 ജീവിതത്തിലെ നിമിഷങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനെയും കൂട്ടിയിട്ട് കളി കാണാൻ വേണ്ടി പോയി. എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു. ആയിഷ ബീവിയോട് ഇങ്ങനെ താടി വെച്ചിട്ട് ഇങ്ങനെ കാണുന്നു. തങ്ങളുടെ കൈ കടച്ചലെടുത്താലും തങ്ങൾ കൈ എടുക്കൂല. എന്തുകൊണ്ട്? എൻ്റെ ആയിഷു കാണട്ടെ എന്നുള്ളിടത്തോളം. എന്തോ ഒരു ജീവിതമല്ലേ. ഇപ്പൊ ചിലർക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും, ഉസ്താദേ നമ്മളെല്ലാം വയസ്സായാലും ഇനി എന്താക്കലും, ഇനിയെങ്കിലും ഒന്ന് മനോഹരായി ജീവിക്കണം. ഇസ്ലാം പുലുകിയ മനുഷ്യന്റെ റൊമാൻറ്റിക് ലൈഫ് അത്രയും ടോപ്പായിരിക്കും. എന്തൊരു രസം ഉണ്ടാവും കുടുംബജീവിതം. സോഷ്യൽ മീഡിയയിൽ കണ്ട പെണ്ണിനോട് കമന്റ് അടിക്കാനും ഫ്രണ്ട്ഷിപ്പ് ആക്കാനും ലവ് അഫയർ ആവാനും അതൊക്കെ എളുപ്പമാണ്. ഉള്ള ഭാര്യയെ ജീവിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഏറ്റവും മനോഹരായി ജീവിക്കുന്നിടത്ത് ഏറ്റവും മനോഹാരിത കിടക്കണം. അതിലല്ലേ ഒരു രസം കിടക്കണം. അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഭാര്യമാര് തിരിച്ചെന്താ ചിന്തിക്കേണ്ടത്? വഹുവ ജന്നതുകി വനാറുകി. ഭർത്താവ് നിന്റെ സ്വർഗമാണ് നരകമാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഉപയോഗിച്ചിട്ട് സ്വർഗത്തിന്റെ ഡോറും തുറക്കാം, നരകത്തിന്റെ ഡോറും തുറക്കാം. സ്വർഗം വേണമെങ്കിൽ വാങ്ങാം, നരകവും വാങ്ങാം. ഏത് വേണമെന്ന് ആലോചിച്ചോളി. ഒരു മനുഷ്യൻ വേറൊരാൾക്ക് സുജൂദ് ചെയ്യൽ ജായിസ് ആണെങ്കിൽ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി.